നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദം. എ.വി. ശ്രീകുമാറിനെ അറസ്റ്റ് ചെയ്തു. ഇ.പി. ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ ഡി.സി. ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മേധാവി എ.വി. ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കോട്ടയം ഈസ്റ്റ് പോലീസാണ് ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആത്മകഥാ ഭാഗങ്ങൾ ശ്രീകുമാറിൽ നിന്നാണ് ചോർന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായാണ് അറസ്റ്റ്. എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ ശ്രീകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. ചരിത്ര നിമിഷം. ഡോക്കിംഗ് പരീക്ഷണം വിജയം. ഇന്ത്യക്ക് അഭിമാനം. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയം. ബഹിരാകാശ ഉപകരണങ്ങളെ കൂട്ടിച്ചേർത്തു. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സ്പെഡക്സ് ദൗത്യത്തിലെ ചേസർ, ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂടിച്ചേർന്ന് ഒന്നായി മാറിയത്. സ്പെഡാക്സ് ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശത്ത് 2 ഉപഗ്രഹങ്ങൾ ഡോക്ക് ചെയ്യാനുള്ള ISROയുടെ 4ാമത്തെ ശ്രമമാണ് വിജയിച്ചത്. ഡോക്കിംഗ് വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO വൃത്തങ്ങൾ അറിയിച്ചു. ഡോക്കിംഗ് പൂർത്തിയായതിന് പിന്നാലെ ശാസ്ത്രജ്ഞന്മാരുടെ ടീം വിശദമായ ഡേറ്റ വിശകലനം നടത്തുകയാണ്. ഡേറ്റ അവലോകനം പൂർത്തിയാക്കിയ ശേഷം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആലപ്പുഴയിൽ പ്രഭാത നടത്തത്തിനിടെ കോൺഗ്രസ് നേതാവ് വാഹനമിടിച്ച് മരിച്ചു. ആലപ്പുഴ പാണാവള്ളിയിൽ പ്രഭാത നടത്തത്തിനിടെ സ്വകാര്യ ബസ്സിടിച്ച് കോൺഗ്രസ് നേതാവ് മരിച്ചു. പാണാവള്ളി സ്വദേശി MR രവിയാണ് മരിച്ചത്. കുഞ്ചരം ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത്. രവിയെ സ്വകാര്യ ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രി എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. ആലപ്പുഴ DCC എക്സിക്യൂട്ടീവ് അംഗമായ MR രവി കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റാണ്. മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മലപ്പുറം പരപ്പനങ്ങാടി പുത്തൻപീടികയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു. കണ്ണൂർ ആലുമൂട് സ്വദേശി അരുൺകുമാറാണ് മരിച്ചത്. 41 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 1:30 മണിയോടെയാണ് അപകടം. കോട്ടയത്ത് നിന്നും പൈനാപ്പിളുമായി വന്ന ലോറിയും കണ്ണൂരിൽ നിന്ന് ചെങ്കല്ലുമായി വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 2 ലോറിയുടെയും മുൻവശങ്ങൾ പൂർണ്ണമായും തകർന്നു. അരുൺകുമാർ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കല്ല് കയറ്റി വന്ന ലോറിയിലെ ഡ്രൈവറാണ് മരിച്ച അരുൺകുമാർ. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും. വിയ്യൂർ ജയിലിൽ ബീഡി കച്ചവടം. ജീവനക്കാരൻ അറസ്റ്റിൽ. തടവുകാർക്ക് കൈമാറാൻ എത്തിച്ച ബീഡിയുമായി അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഷംസുദ്ദീൻ KP ആണ് പിടിയിലായത്. തീവ്രവാദ കേസുകളിലെ പ്രതികളടക്കം പാർക്കുന്ന വിയ്യൂർ അതീവ സുരക്ഷാ ജയിലിലെ സുരക്ഷാ വീഴ്ചയാണ് ബീഡി കച്ചവടത്തിലൂടെ പുറത്തുവരുന്നത്. ജയിലിലെ മെസ്സിലടക്കം ജോലി ചെയ്യുന്ന തടവുകാർക്ക് കൈമാറുന്നതിനായി എത്തിച്ച ബീഡികളാണ് ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ജീവനക്കാരുടെ വിശ്രമ മുറിയിൽ നടത്തിയ പരിശോധനയിലാണ് പട്ടാമ്പി സ്വദേശി അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ നൌഷാദ് KPയുടെ കൈവശത്തു നിന്നും ബീഡി കണ്ടെടുക്കുന്നത്. ഷംസുദ്ദീന്റെ ബാഗിൽ 2 പാക്കറ്റ് ബീഡിയും 5 പാക്കറ്റ് ബീഡി സോക്സിൽ പൊതിഞ്ഞ നിലയിലും 5 പാക്കറ്റ് ബീഡി കിടക്കയ്ക്കടിയിൽ ഒളിപ്പിച്ച നിലയിലുമായിരുന്നു. സ്കൂളിൽ നിന്നെത്തിയ കുട്ടികൾ അമ്മയെ കണ്ടത് മരിച്ച നിലയിൽ. ഷാനുവിന്റെ മരണം കൊലപാതകം. പ്രതി കസ്റ്റഡിയിൽ. മംഗലപുരത്ത് കണിയാപുരം കണ്ടലിൽ വീടിനുള്ളിൽ യുവതിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. യുവതിയോടൊപ്പം താമസിച്ചിരുന്ന തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി രംഗതുരയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മംഗലപുരം പോലീസും ഷാഡോ ടീമും ചേർന്നാണ് ഇയാളെ പിടികൂടിയത്. കണ്ടൽ നിയാസ് മൻസിലിൽ ഷാനുവിനെ തിങ്കളാഴ്ച വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. 33 വയസ്സായിരുന്നു. കഴുത്തിൽ കയറും തുണിയും മുറുക്കിയാണ് യുവതിയെ കൊന്നതെന്നാണ് പ്രതി പോലീസിനോട് സമ്മതിച്ചത്. തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായത്. പ്രതിയെ കൊണ്ട് പോലീസ് കേരളത്തിലേക്ക് പുറപ്പെട്ടു. ചേന്ദമംഗലത്ത് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊന്നു. ഒരാൾക്ക് ഗുരുതര പരിക്ക്. എറണാകുളത്ത് ഒരു വീട്ടിലെ 3 പേരെ വെട്ടിക്കൊന്നു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പറവൂർ ചേന്ദമംഗലം കിഴക്കുംപുറത്താണ് സംഭവം. ചേന്ദമംഗലം സ്വദേശികളായ വേണു, ഉഷ, മരുമകൾ വിനിഷ എന്നിവരാണ് മരിച്ചത്. മകൻ ജിതിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം നടന്നത്. സംഭവത്തിൽ അയൽവാസി ഋതു ജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബൈക്കിന്റെ സ്റ്റമ്പ്, 2 കത്തി ഉൾപ്പെടെ ഉപയോഗിച്ചാണ് ഇയാൾ 4 കുടുംബത്തെ ആക്രമിച്ചത്. വേണുവിന്റെ കുടുംബവുമായുള്ള തർക്കമാണ് ആരുംകൊലയിൽ കലാശിച്ചതെന്നാണ് വിവരം. പ്രതി ലഹരിക്ക് അടിമയാണെന്നും സൂചനയുണ്ട്. ഇയാൾക്കെതിരെ വേണുവും കുടുംബവും നേരത്തെ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി 4 കുടുംബം ഒഴുക്കിൽപ്പെട്ടു. ഒരാൾ മരിച്ചു. 3 പേർക്കായി തിരച്ചിൽ. ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട 4 കുടുംബത്തിലെ ഒരാൾ മരിച്ചു. ചെറുതുരുത്തി സ്വദേശികളായ കബീർ, ഭാര്യ റഹാന, മക്കളായ സെറ,
കബീറിന്റെ സഹോദരിയുടെ മകൻ ഹയാൻ എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. റെയ്ഹാനെ രക്ഷപ്പെടുത്തി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. കബീറിനും മക്കൾക്കും സഹോദരിയുടെ മകനും വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും തിരച്ചിൽ തുടരുകയാണ്. തൃശൂർ ചെറുതുരുത്തി പൈങ്കുനം ശ്മശാനം കടവിൽ കുളിക്കാനിറങ്ങിയ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത്. ലഹരിവിരുദ്ധ സേനയിൽ അംഗം കമാനത്തിലിടിച്ച ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് പോലീസ് ഉദ്യോഗസ്ഥരെ ദാരുണാന്ത്യം. തൃശൂർ അക്കരപ്പുറത്താണ് സംഭവം. ലഹരിവിരുദ്ധ സേനയിൽ അംഗമായ KG പ്രദീപാണ് മരിച്ചത്. ഇന്ന് 3 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. മണ്ണുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള അക്കരപ്പുറം എന്ന സ്ഥലത്ത് പള്ളിപ്പെരുന്നാളുമായി ബന്ധപ്പെട്ട് കമാനം വെച്ചിട്ടുണ്ടായിരുന്നു. ഈ കമാനത്തിലിടിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥൻ ബൈക്കിൽ നിന്നും തെറിച്ചു വീണ് അപകടത്തിൽപ്പെട്ടത്. മൃതദേഹം ഇപ്പോൾ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചിയിൽ വീണ്ടും ഓൺലൈൻ തട്ടിപ്പ്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയിൽ നിന്നും തട്ടിയത് 90 ലക്ഷം രൂപ. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ശശിധരൻ നമ്പ്യാരിൽ നിന്നും ഓൺലൈനായി 90 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഷെയർ മാർക്കറ്റിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. അയന ജോസഫ്, വർഷ സിംഗ് എന്നിവരാണ് തട്ടിപ്പ് നടത്തിയത്. അമിതമായ ലാഭവിഹിതമാണ് പ്രതികൾ വാഗ്ദാനം ചെയ്തത്. തുടർന്ന് ജഡ്ജിയെ ഇവർ ആദിത്യ ബിർള ഇക്വിറ്റി ലേണിംഗ് ഗ്രൂപ്പിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. പിന്നീടാണ് പണം തട്ടിയത്. സംഭവത്തിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്.